നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ വളരെ ഞെട്ടിച്ച സംഭവങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കുണ്ടാവുന്ന അതിക്രമങ്ങൾ, ലൈംഗികാതിക്രമ ആരോപണ വിധേയരായി പലരും രാജിവെച്ചു. ഇപ്പോൾ മുൻകൂർ ജാമ്യമെടുത്ത് ഇരിക്കുന്ന കുറേ നടന്മാർ, അങ്ങനെ നമ്മൾ മിനിസ്ക്രീനിൽ കണ്ട താരങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പലരും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു, പലരും മൗനം പാലിച്ചു, പലരും പൊട്ടിത്തെറിച്ചു. അങ്ങനെ വ്യത്യസ്തമാർന്നിട്ടുള്ള രീതികളായിരുന്നു സിനിമാ താരങ്ങളിൽ നിന്ന് പോലും ഉണ്ടായത്. അമ്മ താരസംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ തന്നെ പ്രതികരിക്കാൻ ദിവസങ്ങളെടുത്തു. എന്തിനേറെ പറഞ്ഞു, സിദ്ദിഖ് രാജിവെക്കുന്നതിന് മുമ്പ് അമ്മ സംഘടന പോലും പ്രതികരിക്കാൻ ദിവസങ്ങളെടുത്തു. അങ്ങനെ ഓരോ ദിവസവുമാണ് ഓരോ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നടന്മാർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്. മാധ്യമങ്ങളോടായിരുന്നു സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ. തൻ്റെ സുഹൃത്തുക്കൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നോട് പറഞ്ഞതായി ഗോകുൽ സുരേഷും തുറന്നു പറയുകയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. എൻ്റെ ഒരു പേഴ്സണൽ, ഞാനെന്നൊരു മനുഷ്യൻ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിവിൻ ചേട്ടൻ സിനിമയിൽ വന്ന ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന, എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വിക്ടിമായെന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വിക്ടിമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുന്നു. ഇവിടെയൊക്കെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് എനിവേസ് ഇതിൻ്റെ അതോറിറ്റീസാണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടത്, നമുക്ക് ക്ലോഷർ തരേണ്ടത് അതോറിറ്റീസാണ്. പോലീസ് അല്ലെങ്കിൽ കോടതി, അല്ലെങ്കിൽ ആരാണോ വിക്ടിമാവുന്നത്, അല്ലെങ്കിൽ ആരാണോ ഒരാളെ വിക്ടിമാക്കിയത് അവർ വന്ന് സത്യം പറയുക. ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വന്നതോടുകൂടി അത് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും, അത് മോശമായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അതായത് സിനിമാ മോഹമായി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ആണും പെണ്ണുമായിട്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഈ പറയുന്ന പ്രതിസന്ധികളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് എങ്ങനെ നോക്കിക്കാണും? ഈ ഡ്രീംസുമായിട്ട് വരുന്നത് അത് പകരയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ? അതോ ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട്? രണ്ട് പെർസ്പെക്റ്റീവിൽ അതിനെ, രണ്ട് ഡയമെൻഷനിൽ അതിനെ കാണാം. ഒരുപാട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥ. അല്ലാത്ത പക്ഷം ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വിക്ടിം പ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ല. അത് ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോസിൻ്റെ സ്ഥാപനം ഒരു മേഖലയെ ചിലപ്പോൾ കയ്യിലുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു പ്രവൃത്തി കാരണം ഇത്രയും നല്ല ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത്, അതിൻ്റെ 10 or 100 ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത്. നമുക്കറിയാനായിട്ട് സാധിക്കുന്നതും കേൾക്കുന്നതൊക്കെ. പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും നടക്കുന്നതായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ടി ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ. എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അതിൽ ചിലപ്പം ഡെലിഗേറ്റ്സും കാണും, ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.